ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 കുറിച്ചിട്ടുള്ളതാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കമ്മീഷൻസ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അതിലെ അവരുടെ അധികാരങ്ങൾ, ചുമതലകൾ, ഇപ്പോഴത്തെ അധ്യക്ഷന്മാരെ കുറിച്ച്, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അവരുടെ ഉദ്യോഗ കാലാവധി എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം UN ഡിക്ലറേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് UN മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1946 UN മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. അതാണ് ഈ UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10-നാണ്. എപ്പോഴാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1948 ഡിസംബർ 10-ന്. അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നതിനുള്ള കാരണം 1948 ഡിസംബർ 10-നാണ് ഐക്യരാഷ്ട്രസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. 1950 മുതലാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 1950 മുതലാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. 2024 ഡിസംബർ 10-ന്റെ, അതായത് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇതാണ്: അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ്സ് നൗ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അതായിരുന്നു 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇനി ഈ UDHR-ൽ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ 30 ആർട്ടിക്കിൾ ആണ് ഉള്ളത്. എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 30 ആർട്ടിക്കിളും 5 അവകാശങ്ങളെ കുറിച്ചാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത്. 30 ആർട്ടിക്കിൾസും 5 അവകാശങ്ങളെ കുറിച്ചുമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നത്. അപ്പൊ 2024 പ്രമേയം ഓർത്തു വെക്കുക. 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. ഇനി നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഈ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ, അതേപോലെ മനുഷ്യാവകാശ കോടതി, ഈ 3 ഇതിന്റെയും രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ ഓർഡിനൻസ് പാസാക്കിയത്, ഓർഡിനൻസ് വന്നത് 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസ് നിലവിൽ വന്നത്. ഈ നിയമം 2 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006-ലും 2019-ലും. അപ്പോൾ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 തവണ ഭേദഗതി ചെയ്തു. 2006, 2019. ഈ നിയമത്തിൽ 8 അധ്യായങ്ങളും 43 വകുപ്പുകളുമാണ് ഉള്ളത്. എത്ര അധ്യായങ്ങളാണ്? 8 ചാപ്റ്റേഴ്സും 43 സെക്ഷൻസുമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഉള്ളത്. ഈ നിയമം ലോകസഭ, രാജ്യസഭ പ്രസിഡന്റ് പാസാക്കിയതും കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. 1993 ഡിസംബർ 18-നാണ് ലോകസഭ പാസാക്കുന്നത്. ലോക്സഭ പാസാക്കുന്നത് 1993 ഡിസംബർ 18. രാജ്യസഭ പാസാക്കുന്നത് 1993 ഡിസംബർ 22. ഇനി എപ്പോഴാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്? 1994 ജനുവരി 8.
അപ്പൊ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഓർഡിനൻസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ്? 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസ് നിലവിൽ വന്നത്. എത്ര തവണ ഭേദഗതി ചെയ്തു? 2 തവണ ഭേദഗതി ചെയ്തു. എപ്പോഴൊക്കെയാണ്? 2006, 2019. ഈ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 43 വകുപ്പുകൾ. എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങൾ. ഇതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അതാണ് വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ആണ്. ഈ NHRC എന്ന് പറയുന്നത് എപ്പോഴാണ് നിലവിൽ വരുന്നത്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. എപ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1993 ഒക്ടോബർ 12. ഇമ്പോർട്ടന്റ്. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസ് നിലവിൽ വന്നത് എപ്പോഴാണ്? അപ്പോ 1993 സെപ്റ്റംബർ 28-നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, അല്ലെ? അതായത് നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും നിയമങ്ങൾ ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലാണ് അതൊരു ഭരണഘടനാ സ്ഥാപനമാവുക. ഇപ്പോ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്താ? 280. അപ്പൊ ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനെ ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആപ്തവാക്യമാണ് ഈ ലോഗോയിൽ പറയുന്നത്. സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഹയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ഇനി നമ്മുടെ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തില് 8 അധ്യായങ്ങളും 43 വകുപ്പുകളും ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏത് വകുപ്പിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2(1)(c) ആണ്. C ഫോർ കമ്മീഷൻ എന്ന് ഓർത്തു വെക്കുക. സെക്ഷൻ 2(1)(c)യിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2(1)(d)യിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യാവകാശ നിർവചനം. മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2(1)(d)യിലാണ്. D ഫോർ ഡെഫിനിഷൻ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2(1)(c)യിലും മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2(1)(d)യിലുമാണ്. ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? എവിടെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് മാനവ് അധികാർ ഭവൻ എന്നായിരുന്നു. എന്താണ്? മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം സർദാർ പട്ടേൽ ഭവൻ ആക്കി. ഇത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പുറത്തുള്ള കട്ടിങ്സ്. സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി ആയിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഓഫീസ്. മാനവ അധികാർ ഭവൻ ആയിരുന്നു ആദ്യം, അതിനുശേഷം സർദാർ പട്ടേൽ ഭവനായി. ഇപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എപ്പോഴും ഡൽഹി തന്നെ ആയിരിക്കും ട്ടോ. ഈ ഓഫീസിന്റെ അഡ്രസ്സ് മാറിയെങ്കിലും എപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി തന്നെ ആയിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ മുൻ അനുമതിയോട് കൂടി നമുക്ക് ഇന്ത്യയിൽ മറ്റേത് സ്ഥലങ്ങളിലും ഓഫീസുകൾ വെക്കാം. ആസ്ഥാനം എപ്പോഴും ഡൽഹി തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. ആ സെക്ഷൻ ആണ് 3 of 5. സെക്ഷൻ 3 of 5-ൽ അപ്പൊ എന്താ പറയുന്നത്?
എപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആയിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ മുൻ അനുമതിയോട് കൂടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഓഫീസുകൾ വെക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്, ന്യൂഡൽഹി ആണ്. അടുത്തത്, അപ്പൊ നമ്മള് 2 സെക്ഷൻസ് പറഞ്ഞു അല്ലെ, 2(1)(c)യും 2(1)(d)യും. 2(1)(c)യിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 2(1)(d)യിൽ എന്താ പറയുന്നത്? മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. നമ്മള് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 8 അധ്യായങ്ങളും 8 ചാപ്റ്റേഴ്സും 43 വകുപ്പുകളും 43 സെക്ഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് രണ്ടാമത്തെ അധ്യായത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, നിയമനം, മറ്റു വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണെന്ന് ചോദിക്കും. ഏതാണ് അധ്യായം? രണ്ടാമത്തെ അധ്യായമാണ്. ഇതിൽ എത്ര സെക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്? സെക്ഷൻ 3 മുതൽ 11 വരെയാണ് അധ്യായം 2-ൽ ഉൾപ്പെടുന്നത്. സെക്ഷൻ 3 മുതൽ 11 വരെ അധ്യായം 2-ൽ ഉൾപ്പെടുന്നു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവും നിയമനവും മറ്റു വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. ഇതില് കുറച്ച് സെക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം ട്ടോ. ഈ ചാപ്റ്റർ 2-ല് 3 മുതൽ 11 വരെ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവും നിയമനവും മറ്റു വ്യവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ കുറച്ച് സെക്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ഇതില് സെക്ഷൻ 3-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3-ലാണ്. ഇനി ഇതിലെ അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് പറയുന്നത് എല്ലാം സെക്ഷൻ 4-ലാണ്. അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4-ലാണ്. ഇനി ഇവരുടെ നീക്കം ചെയ്യൽ, ഈ അംഗങ്ങളുടെ നീക്കം ചെയ്യൽ, രാജിവെക്കൽ എല്ലാത്തിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 5-ലാണ്. ഇനി ഇവരുടെ ഉദ്യോഗ കാലാവധിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 6-ലുമാണ്. ഇത്രയും സെക്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോ ചാപ്റ്റർ 2, 8 ചാപ്റ്ററുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, നിയമനം, മറ്റു വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 3 മുതൽ 11 വരെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ വകുപ്പിൽ എന്ത് പറയുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 4-ൽ എന്ത് പറയുന്നു? അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 5-ല് അംഗങ്ങളുടെ രാജിവെക്കൽ, നീക്കം ചെയ്യൽ എല്ലാത്തിനെ കുറിച്ചും പറയുന്നത് സെക്ഷൻ 5-ലാണ്. സെക്ഷൻ 6-ല് അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ചും പറയുന്നു. ഇത്രയും കാര്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ടുള്ള ചാപ്റ്ററും സെക്ഷൻസും ഓർത്തു വെക്കാം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം നമ്മൾ പറഞ്ഞു. ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സ് എപ്പോഴും ഡൽഹിയിൽ തന്നെയായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓഫീസ് മാറ്റാം എന്ന് പറഞ്ഞത് ഏത് സെക്ഷനിലായിരുന്നു? 3(5)-ലാണ്. രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് 3-ലാണ്. അതിൽ 3(5)-ലാണ് ഡൽഹി ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി ഇതേ സെക്ഷൻ 3-ൽ തന്നെ 3(2)-ലാണ് അംഗങ്ങളെ കുറിച്ച് പറയുന്നത്. 3(2)-ലാണ് അംഗങ്ങളെ കുറിച്ച് പറയുന്നത്. എത്ര അംഗങ്ങളാണുള്ളത്? ടോട്ടൽ 13 അംഗങ്ങളുണ്ട്. മൊത്തത്തിൽ 13 അംഗങ്ങളുണ്ട്. ഇതിൽ സ്ഥിര അംഗങ്ങൾ 6 പേരാണ്. എത്ര പേരാണ്? 6 പേരാണ് സ്ഥിര അംഗങ്ങളായിട്ടുള്ളത്. അത് 1+5, അതായത് ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര സ്ഥിരാംഗങ്ങളുണ്ട് മൊത്തം എന്ന് ചോദിച്ചാൽ 6 സ്ഥിരാംഗങ്ങളുണ്ട്. ചെയർമാനെ കൂടാതെ എത്ര പേരുണ്ട് ചോദിച്ചാൽ 5 പേരുണ്ട്. ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 6 സ്ഥിരാംഗങ്ങളുണ്ട്. അപ്പൊ മൊത്തം എത്രയാണ്? 6 സ്ഥിരാംഗങ്ങൾ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ് ഉള്ളത്. ബാക്കിയുള്ള 7 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ബാക്കിയുള്ള 7 പേര് എന്താണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ചെയർപേഴ്സൺ, ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് നോക്കാം. ഇത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഏതിലാണ് പറയുന്നത്? 3(2). ഇത് കണ്ടോ, 2 എന്ന് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 3(2)-ലാണ് ഇതിലെ അംഗങ്ങളെ കുറിച്ച് പറയുന്നത്. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കും എപ്പോഴും കമ്മീഷന്റെ ചെയർപേഴ്സൺ. ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പറയുന്നത്. എ ചെയർപേഴ്സൺ who has been a chief justice of India or judge of the Supreme Court. ആളായിരിക്കും എപ്പോഴും ചെയർപേഴ്സൺ ആയിട്ട് വരേണ്ടത്.
ഇനി ബാക്കിയുള്ള 5 അംഗങ്ങളെ കുറിച്ച് പറയുന്നത്, ഒരു അംഗം എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. വേറൊരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിയായിരിക്കും. ബാക്കിയുള്ള 3 അംഗങ്ങളില് ഒരു അംഗം എന്ന് പറയുന്നത് എപ്പോഴും വനിതയായിരിക്കണം. ഒരംഗം വൺ ഷാൽ ബി എ വുമൺ. ആ 3 അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള ഒരാളായിരിക്കണം. അതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം ബാക്കിയുള്ള 3 അംഗങ്ങൾ. ആ 3 അംഗങ്ങളിൽ ഒരാൾ എപ്പോഴും വനിതയായിരിക്കണം. ഇതാണ് അംഗങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് അംഗങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ 3 of 2 ആണ്. 3 of 2 എത്ര അംഗങ്ങളുണ്ട്? മൊത്തം 13 അംഗങ്ങളുണ്ട്. അതിൽ 6 അംഗങ്ങൾ സ്ഥിരാംഗങ്ങളും 7 പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. 6 അംഗങ്ങളിൽ ഒരാൾ ചെയർപേഴ്സണും ബാക്കി 5 അംഗങ്ങളുമാണുള്ളത്. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. ബാക്കിയുള്ള 5 അംഗങ്ങളിൽ ഒരംഗം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അടുത്ത അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ആയ ഒരു വ്യക്തിയായിരിക്കും. ബാക്കി 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അറിവോ പ്രായോഗിക പരിചയമോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള 3 പേരായിരിക്കണം. ആ 3 പേരിൽ ഒരാൾ എപ്പോഴും വനിതയായിരിക്കണം. ഇതാണ് 6 സ്ഥിരാംഗങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? പിന്നോക്ക കമ്മീഷൻ. ഈ ദേശീയ പിന്നോക്ക കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ഈ പിന്നോക്ക കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷി കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഭിന്നശേഷി 7 പേരായില്ലേ? 7 പേരാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇതിൽ കുറച്ച് പേരെ തന്നിട്ട് എക്സ് ഒഫീഷ്യോ അംഗം അല്ലാത്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കാം. ഒന്നുമില്ല, ബാക്കി കമ്മീഷന്റെ ചെയർപേഴ്സണുകളായിരിക്കും. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ഭിന്നശേഷി സംരക്ഷണ കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ. ഇവരൊക്കെ ആയിരിക്കും ഇതിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ചുട്ടൊക്കെ പറഞ്ഞു. അംഗങ്ങൾ എത്ര പേരുന്നുണ്ട്, എത്ര സ്ഥിരാംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. എത്ര സ്ഥിരാംഗങ്ങളാണുള്ളത്? 6 സ്ഥിരാംഗങ്ങളുണ്ട്. ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 സ്ഥിരാംഗങ്ങളുണ്ട്. ബാക്കി 7 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്താണെന്ന് പറഞ്ഞത്? ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണ്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് ശ്രീ രാമസുബ്രഹ്മണ്യം. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാണ് ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ഇപ്പോൾ കറന്റ്ലി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. അപ്പൊ ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും. ഇതിനു മുന്നേ അരുൺകുമാർ മിശ്രയായിരുന്നു കേട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യന് മുന്നേ അരുൺകുമാർ മിശ്രയായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇത്രയും പേരും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തികളാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കുറച്ച് ചെയർപേഴ്സൺ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആവാത്ത വ്യക്തി ആരാണെന്ന് അങ്ങനെയൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വ്യക്തികളെ ഒന്ന് വായിച്ചു വെക്കുക. വെങ്കടാചലയ്യ, ആനന്ദ, രാജേന്ദ്ര ബാബു, ബാലകൃഷ്ണൻ, KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളിയാണ് കേട്ടോ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ ഇതാണ് ചെയർപേഴ്സണെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിക്കും.
സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറലിനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. സെക്രട്ടറി ജനറലിന് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും എപ്പോഴും സെക്രട്ടറി ജനറൽ. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഭരത് ലാൽ ആണ് കേട്ടോ. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഭരത് ലാൽ ആണ്. അപ്പൊ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്രട്ടറി ജനറൽ ആയിരിക്കും. നമ്മുടെ കേന്ദ്രത്തിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഇതിന്റെ സെക്രട്ടറി ജനറൽ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ. അപ്പൊ സെക്ഷൻ 3 കഴിഞ്ഞു. സെക്ഷൻ 3 നമ്മൾ 3 of 2 അംഗങ്ങൾ എത്ര അംഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എത്ര അംഗങ്ങളുണ്ട്? 6 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും മൊത്തം 13 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് സ്ഥിരാംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇനി സെക്രട്ടറി ജനറൽ ഇപ്പോ ഭരത് ലാൽ ആണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും. ഇതൊക്കെ സെക്ഷൻ 3 പറഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ 4 എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 4 എന്ന് പറയുന്നത് അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് പറയുന്നതാണ്. എത്ര അംഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് സെക്ഷൻ 3 പോയി. അത് രൂപീകരണത്തിൽ ഉൾപ്പെട്ടു. പക്ഷെ ഈ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത്? അതിലൊരു കമ്മിറ്റി ഉണ്ടാവും, റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റീസ് ഉണ്ടാവും. ആരാണ് അവരെ നീക്കം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറയുന്നത് അടുത്തടുത്ത സെക്ഷൻസിലാണ് വരുന്നത്. അപ്പൊ സെക്ഷൻ 4 അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് സെക്ഷൻ 4. സെക്ഷൻ 5 സെക്ഷൻ 5 അംഗങ്ങളുടെ രാജിവെക്കലും നീക്കം ചെയ്യലും. സെക്ഷൻ 4 ആരാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 4. ഇനി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത്? അവർ രാജിക്കത്ത് നൽകുന്നതൊക്കെ ആർക്കായിരിക്കും? അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 5. അങ്ങനെ ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ്. അതും പ്രസിഡന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് സെക്ഷൻ 4ഉം 5ഉം. അപ്പൊ സെക്ഷൻ 4 പറഞ്ഞു അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രപതി നിയമിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ അംഗങ്ങൾ വേണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും. ശുപാർശ കമ്മിറ്റി എന്ന് പറയും. അതാണ് റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി. ശുപാർശ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവും. ഈ ശുപാർശ കമ്മിറ്റിയാണ് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത്. അതില് മൊത്തം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റിയിൽ 6 അംഗങ്ങൾ ഉണ്ടാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ 6 അംഗങ്ങൾ ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ശുപാർശ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആയിരിക്കും ശുപാർശ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഏതില്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്. ബാക്കിയുള്ള അംഗങ്ങൾ, ബാക്കി 5 അംഗങ്ങളിൽ ആരൊക്കെ ഉണ്ടാവും? സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അതായത് ലോകസഭയുടെ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ ആയിരിക്കും അടുത്ത മെമ്പർ എന്ന് പറയുന്നത്. അതേപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, അതാണ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ, അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. ഇനി മിനിസ്ട്രി ഇൻ ചാർജ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. പിന്നെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പറഞ്ഞ ഏതാണ്? രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ. ഇത്രയും പേരായിരിക്കും എന്തിലുണ്ടാവുക? രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ. ഇത്രയും പേരായിരിക്കും നമ്മുടെ ശുപാർശ കമ്മിറ്റിയിൽ ഉണ്ടാവുക. അപ്പൊ ശുപാർശ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെ ഉണ്ടാവും? ലോക്സഭയിലെ സ്പീക്കർ ഉണ്ടാവും, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും, പിന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉണ്ടാവും. ഇത്രയും പേര് ശുപാർശ കമ്മിറ്റിയിൽ ഉണ്ടാവും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്നിട്ടുണ്ട്. ശുപാർശ കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളെ ഇതാക്കിയിട്ട് ഇതിൽ ശുപാർശ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണെന്ന് ചൂസ് ചെയ്യാൻ. അപ്പൊ പ്രധാനമന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. അപ്പൊ ഇങ്ങനെയൊക്കെ ശുപാർശ ചെയ്താലും സുപ്രീം കോടതിയിലെ ജഡ്ജിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിക്കാതെ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാൻ പാടില്ല. അതാണ് ലാസ്റ്റ് പറയുന്നത്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് നോ സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിലെ
ജഡ്ജി, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഇവരോട് കൂടി ആലോചിക്കാതെ കമ്മീഷനിൽ നിയമിക്കുവാൻ പാടുന്നതല്ല. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയായിരിക്കും. അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ, നിർധനനാണെന്ന് ആണെങ്കിലൊക്കെ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ആരെ? മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിർധനനാണെങ്കിൽ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ ഉദ്യോഗത്തിൽ തുടരുവാൻ അയോഗ്യനാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നീക്കം ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞു വെക്കാം. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റിന് തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5-ലാണ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി സെക്ഷൻ 6 കൂടി ഞാൻ മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു. സെക്ഷൻ 6 എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ്. എത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഏതാണോ ആദ്യം അത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അതുപോലെ. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 6. അടുത്ത് പറയുന്നത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്, രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റിന് തന്നെയാണ്. ഇനി ആനുവൽ റിപ്പോർട്ട്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു വാർഷിക റിപ്പോർട്ട് ഉണ്ടാവും. ഇതിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചു വന്ന് കണ്ടിട്ടുണ്ട്. വാർഷിക റിപ്പോർട്ട് ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിക്കുന്നത് എന്ന്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ വെറുതെ ഒന്ന് ഓർത്തു വെക്കുക. സെക്ഷൻ 20-ലാണ് വാർഷിക റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. ആനുവൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 20-ലാണ്. കേന്ദ്ര സർക്കാരിനായിരിക്കും ട്ടോ നൽകുക. ഇവർ ആനുവൽ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന്. കേന്ദ്ര സർക്കാർക്കായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് നൽകുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എന്തൊക്കെ ചുമതലകൾ ഉണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കണം. ഇതാണ് ഇപ്പോ മെയിൻലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചുമതലകൾ 4 തരും. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ചാപ്റ്റർ 3-ലാണ് ചുമതലകളെ കുറിച്ച് പറയുന്നത്. ചാപ്റ്റർ 3-ല് സെക്ഷൻ 12-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ ഇനി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ഏതെങ്കിലും വ്യക്തികൾ മനുഷ്യാവകാശ ലംഘനവുമായി എന്തെങ്കിലും പരാതികൾ കൊടുക്കുക, അല്ലെങ്കിൽ കോടതിയുടെ അനുമതിയോടുകൂടി എന്തെങ്കിലും പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യാം? അന്വേഷണം നടത്താനുള്ള അധികാരം. അതിൽ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട് കേട്ടോ. അന്വേഷണം നടത്താനുള്ള അധികാരമാണ് ആദ്യത്തെ അധികാരം. പിന്നെ കോർട്ടിന്റെ മുന്നിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയുടെ അംഗീകാരത്തോടു കൂടി അതിൽ ഇടപെടാനുള്ള അധികാരമാണ് രണ്ടാമത്തെ അധികാരം പറയുന്നത്. ഇനി മൂന്നാമത്തെ അധികാരം പറയുന്നത് ടു വിസിറ്റ് പ്രിസൺസ് ആൻഡ് ഡിറ്റൻഷൻ സെന്റേഴ്സ്, അതായത് ജയിൽ സന്ദർശിക്കാനുള്ള അധികാരം. ജയിൽ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇവരെ പാർപ്പിച്ചിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ അവരെ വിസിറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ശുപാർശകൾ നൽകാനുള്ള അധികാരം. അതാണ് മൂന്നാമത്തെ അധികാരം പറയുന്നത്. ഇനി എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നോക്കി കാണാനുള്ള, ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ സേഫ് ഗാർഡ്സ് ഒക്കെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം. അതാണ് നാലാമത്തെ. ഇനി അഞ്ചാമത്തെ, ഈ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ, അതാണ് ടെററിസം. ഭീകര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട റെമഡീസ് കൊടുക്കാനുള്ള അധികാരം, അതിന് വേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം. അതാണ് ഈ അധികാരത്തെ കുറിച്ച്. അടുത്തത് ട്രീറ്റീസ് ആൻഡ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉടമ്പടികളോ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രമാണങ്ങളോ ഉണ്ടെങ്കിൽ അത് പഠിച്ച് അതിന്റെ അവയ്ക്ക് ഫലപ്രദമാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും മെഷേഴ്സ് ശുപാർശ ചെയ്യാം. അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്നതാണ് ഇത്. ഇനി ടു പ്രൊമോട്ട് ആൻഡ് കണ്ടക്ട് റിസർച്ച്, അതായത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഗവേഷണം നടത്താനുള്ള അധികാരം. പിന്നെ ടു എൻഹാൻസ് ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാക്ഷരത ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരം. പിന്നെ നോൺ ഗവേണൽ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുക, അതായത് സർക്കാർ ഇതര സംഘടനകൾ ഉണ്ടാവും ഈ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അവരെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളായിട്ട് പറയാം. അപ്പൊ അന്വേഷണം നടത്താനുള്ള ചുമതല, ഒന്നാമത് അന്വേഷണം നടത്താൻ, പിന്നെ കോർട്ടിന്റെ മുന്നിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയുടെ അനുമതിയോടുകൂടി ഇടപെടാൻ, പിന്നെ ജയിലുകൾ സന്ദർശിക്കാനുള്ളത്, പിന്നെ എന്തെങ്കിലും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫക്റ്റീവ് മെഷേഴ്സ്, റെമഡി, അത് തീർക്കാനുള്ള റെമഡി മെഷേഴ്സ് ഒക്കെ ശുപാർശ ചെയ്യാനുള്ള അധികാരം, പിന്നെ അന്താരാഷ്ട്ര പ്രമാണങ്ങളും ഉടമ്പടികളും ഒന്നും കൂടി നമ്മൾ പഠിച്ച് അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം, പിന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്താനുള്ള അധികാരം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാക്ഷരത പ്രൊമോട്ട് ചെയ്യുക, പിന്നെ സർക്കാർ ഇതര സംഘടനകൾ, ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളെ ഒന്നും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ചുമതലകളിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അന്വേഷിക്കുക, ജയിൽ സന്ദർശിക്കുക, ഗവേഷണം നടത്തുക, പിന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളും ഉടമ്പടികളും അതൊക്കെ ഓർത്ത് വെക്കുക. ഇതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നത്. അപ്പൊ നമ്മൾ ചുമതലകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ, എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അധികാരങ്ങളാണ് ഇവർക്ക് ഉള്ളതെന്നും കൂടിയിട്ട് ഇതാക്കണം. എന്തൊക്കെ പവേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 13. ഇവര് അന്വേഷണ വിചാരണ ചെയ്യുമ്പോൾ, കമ്മീഷന്റെ മുന്നിൽ ഒരു പരാതി ലഭിച്ചു, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിന്റെ അന്വേഷണ വിചാരണകൾ നടത്തുമ്പോൾ എന്തൊക്കെ അധികാരങ്ങളാണ് ഇവർക്കുള്ളത്. അപ്പോ ആദ്യം പറയുന്ന ഒരു സിവിൽ കോടതി, അന്വേഷണ വിചാരണ നടത്താൻ ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരവും എന്തിനുണ്ട്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ വിചാരണ നടത്താൻ സിവിൽ കോടതിയുടെ അധികാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതിൽ എന്തൊക്കെ അധികാരങ്ങളാണുള്ളതെന്നാ പറയുന്നത്. അതായത് ആരെങ്കിലും സാക്ഷികളെ സമ്മൺ ചെയ്തിട്ട് അവരെ ഹാജരാക്കാൻ, നിർബന്ധപൂർവം തന്നെ ഹാജരാക്കാൻ, ഫോഴ്സ് ചെയ്തിട്ട് അവരെ ഹാജരാക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ സമ്മൺ ചെയ്യുകയും സാക്ഷികളെ സമൻ ചെയ്തും അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനുമുള്ള അധികാരം ആർക്കുണ്ട്? കമ്മീഷനുണ്ട്. ഇനി രണ്ടാമത്, ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെന്റ്, ഏതെങ്കിലും രേഖകൾ അതിനെ കണ്ടെത്തുകയും അത് പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ ഹാജരാക്കാനുള്ള അധികാരമുണ്ട്. ഇനി റിസീവിങ് എവിഡൻസ്, അതായത് സത്യവാങ്മൂലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള അധികാരമുണ്ട്. ഇനി ഏതെങ്കിലും കോടതിയിലോ ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ഉള്ള പബ്ലിക് റെക്കോർഡ് ആവശ്യപ്പെടാവുന്നതാണ്. അതായത് പൊതുരേഖകൾ ഈ കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ആവശ്യപ്പെടാൻ ഇവർക്കുണ്ട്. അതേപോലെ ഈ വിറ്റ്നസ്സുകളെയും അതായത് സാക്ഷികളെയും ഈ രേഖകളെയും ഒക്കെ എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് പറഞ്ഞ് അതിന്മേലെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. എന്തിനുള്ള അധികാരമില്ല? ശിക്ഷകൾ നടപ്പിലാക്കാനോ. ഇപ്പൊ ഒരു നമ്മുടെ ഉദ്യോഗസ്ഥൻ ഒരു മനുഷ്യാവകാശ ലംഘന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ പറ്റി, പക്ഷെ അതിന് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. പക്ഷെ അവരെ എക്സാമിൻ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇവിടെ ഹാജരാക്കാനോ സമ്മൻ ചെയ്യാനോ എന്തെങ്കിലും രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിലോ ഓഫീസിലോ പോയിട്ട് നമുക്ക് രേഖകൾ ആവശ്യമെങ്കിൽ അത് ആവശ്യപ്പെടാനോ ഇവരെ വിചാരണകൾ ചെയ്യാനോ ഇതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അല്ലാണ്ട് ഇവരെ ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല. പക്ഷെ വിചാരണ ചെയ്യാൻ സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതാണ് ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. ഉണ്ടോ? സിവിൽ കോടതിക്ക് എൻക്വയറി ചെയ്യാൻ ഒരു സിവിൽ കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ ആ എല്ലാ അധികാരങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട്. ഇത്രയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് രൂപീകരണം, എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും, എത്ര എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടായിരിക്കും, ആരായിരിക്കും നിയമിക്കുക, ആരൊക്കെയാണ് ശുപാർശ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ടാവുക, ആരാണ് അംഗങ്ങളെയും ചെയർപേഴ്സണെയും നീക്കം ചെയ്യുന്നതും അവർ രാജിക്കത്ത് നൽകുന്നതും, വാർഷിക റിപ്പോർട്ട് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ പഠിച്ചു, അവരുടെ അന്വേഷണ വിചാരണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങളെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, അധ്യായം എന്ന് പറയുന്നത് അധ്യായം 5 ആണ്.
ചാപ്റ്റർ 5-ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 21. അപ്പോ ഇതിൽ എത്ര മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ടോട്ടൽ 3 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 മെമ്പേഴ്സ് ആയിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്തായിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും ചെയർപേഴ്സൺ ആവുക. എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ബാക്കി രണ്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരാള് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയതോ ആയ ഒരു വ്യക്തി, അല്ലെങ്കിൽ 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തി, അതായിരിക്കും ഒരാള്. വേറൊരാള് എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രായോഗിക പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും വേറൊരാൾ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം 3 മെമ്പേഴ്സ്, അതിൽ ഒരാൾ ചെയർപേഴ്സൺ ആയിരിക്കും. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തിയായിരിക്കും ചെയർപേഴ്സൺ. വേറൊരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആയ വ്യക്തിയോ ആവാം, അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി. വേറൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശത്തിൽ പ്രായോഗിക പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ 3 അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഇവരുടെ കാലാവധിയും അതിലെ പോലെ തന്നെ ദേശീയ തലത്തിലുള്ള പോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അത്. ഇത് തന്നെയാണ് ഇവരുടെ കാലാവധി. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. ചെയർപേഴ്സണെയും അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. ഇവര് രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കായിരിക്കും. പക്ഷേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഇതേപോലെ ഇവരും അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു റെക്കമെൻഡേഷൻ കമ്മിറ്റി ഉണ്ടാവും, ഒരു ശുപാർശ കമ്മിറ്റി ഉണ്ടാവും. ആ ശുപാർശ കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ ശുപാർശ കമ്മിറ്റിയിൽ മൊത്തം 4 അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രി ഉണ്ടായിരിക്കും. പിന്നെ നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും. പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. ഇത്രയും പേരായിരിക്കും ശുപാർശ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. 4 പേരാണ് ശുപാർശ കമ്മിറ്റിയിലുള്ളത്. ഒരാള് നമ്മുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. പിന്നെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇനി ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നതിൽ സെക്ഷൻ 27 പറയുന്നുണ്ട്, ഒരു ഇൻസ്പെക്ടർ ജനറൽ പദവിയിലുള്ള ഒരു വ്യക്തി അംഗമായിരിക്കും. ഇൻസ്പെക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന് കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷന്റെ ചുമതലകൾ നിർവഹണത്തിന് സംസ്ഥാന സർക്കാർ നിയമിക്കുന്നുണ്ട്. പിന്നെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മൊത്തം സ്ഥിരാംഗങ്ങൾ എത്ര പേരുണ്ടാവും? 6 സ്ഥിരാംഗങ്ങളാണ് ഉണ്ടാവുക, ചെയർപേഴ്സൺ ഉൾപ്പെടെ. എന്നാൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലാണെങ്കിലോ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ സ്ഥിരാംഗങ്ങൾ ഇതിന്റെ പകുതി 3 ആയിരിക്കും. രണ്ടവിടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇവിടെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പ്രസിഡന്റ് ആയിരിക്കും. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഗവർണർ ആയിരിക്കും. ഇവിടെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റിനാണ്. ഇവിടെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, പക്ഷെ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് തന്നെയായിരിക്കും. ഇനി ഇവിടെ റെക്കമെൻഡേഷൻ കമ്മിറ്റിയിൽ മൊത്തം 6 പേരാണ് ഉണ്ടാവുക. ആരൊക്കെയായിരിക്കും? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പിന്നെ രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ മൊത്തം 4 പേരുണ്ടാവും. മുഖ്യമന്ത്രി ഉണ്ടാവും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്.
ഇനി ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനും സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനുമാണ് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ നമ്മുടെ ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്രട്ടറി ജനറൽ പദവി ഉണ്ടാവും. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഭരത് ലാൽ ആണ്. അതേപോലെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ സെക്ഷൻ 27 പറയുന്നുണ്ട്, ഒരു പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും കുറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഇതിന്റെ ചുമതലകൾ നിർവഹിക്കാൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലും സർക്കാർ നിയമിക്കുന്നുണ്ട്. ഇത്രയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞു വെക്കണം. സംസ്ഥാന തലത്തിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 3 അംഗങ്ങളാണ് ഉണ്ടാവുക. അവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയായിരിക്കും. ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു? നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പരീത് പിള്ളയായിരുന്നു കേട്ടോ. ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ 2025 ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചെയർപേഴ്സൺ എം പരീത് പിള്ള, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ്. നാഷണൽ ലെവലിലാണെങ്കിലോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യവും ആദ്യത്തെ ചെയർപേഴ്സൺ ആണെങ്കിൽ രംഗനാഥ് മിശ്ര. അപ്പൊ ഇതാണ് കേരള സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് മനുഷ്യാവകാശ കോടതിയെ കുറിച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം കഴിഞ്ഞു കേട്ടോ. മനുഷ്യാവകാശ കോടതികൾ ചാപ്റ്റർ 6-ലാണ് മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 6-ആണ്. സെക്ഷൻ 30-ലാണ് മനുഷ്യാവകാശ കോടതിയെ കുറിച്ച് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. For the purpose of providing speedy trial of offences arising out of violation of human rights. അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റങ്ങൾ ഉണ്ടാവും. ആ കുറ്റങ്ങൾക്ക് വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് ഓരോ ജില്ലയിലും ഓരോ സെക്ഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. വിജ്ഞാപനത്തിലൂടെ നിർദ്ദേശിക്കാം. ബൈ നോട്ടിഫിക്കേഷൻ ഓരോ ജില്ലയിലും ഓരോ സെക്ഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. അതാണ് മനുഷ്യാവകാശ കോടതി സെക്ഷൻ 30. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ചാപ്റ്റർ 6-ലാണ് മനുഷ്യാവകാശ കോടതിയെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 30-ല് ചാപ്റ്റർ 6-ലെ സെക്ഷൻ 30-ല് എന്താണ് അതിൽ പറയുന്നത്? വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറ്റങ്ങളെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഓരോ ജില്ലയിലും ഓരോ സെക്ഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയായിട്ട് വിജ്ഞാപനം ഇറക്കാവുന്നതാണ്. ആരുമായിട്ട് കൂടിയാലോചിച്ചിട്ട്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ചിട്ട്. ആരാണ് വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിക്കുന്നത്? സംസ്ഥാന സർക്കാർ. ഇതാണ് മനുഷ്യാവകാശ കോടതിയെ കുറിച്ച് പറയുന്നത്. ഇനി സെക്ഷൻ 31 കൂടി അറിഞ്ഞിരിക്കണം. സെക്ഷൻ 31 എന്ന് പറയുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വിജ്ഞാപനത്തിലൂടെ ആ കോടതിയിലേക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറയാത്ത, അത് ഓർത്തു വെക്കണം, 7 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ള ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കോടതിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാം. അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറയാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് ഈ കേസസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതാണ് സെക്ഷൻ 31 പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സും. ഇതോടുകൂടി ഈ നിയമം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിലെ വകുപ്പുകള്, അധ്യായങ്ങള്, അവരുടെ കമ്മീഷൻസ്,
അവരുടെ അധികാരങ്ങൾ, ചുമതലകൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2025 എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.